everyone, welcome back. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ആ ഒരു ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ആ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചാനലിൽ ഏറ്റവും റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ ഓയിൽ വീഡിയോ ആയിരിക്കും. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ പലർക്കും പല പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ ഓയിൽസ് ഉണ്ടാവും. ഞാനും ഈ പറഞ്ഞ പോലെ പല പല ഓയിൽസ് മാറ്റി മാറ്റി ട്രൈ ചെയ്തിട്ടുള്ള ആളാണ്. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു കാച്ചിയ എണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കണേന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു എന്താ പറയുക, ഒരു ബിഗ് വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ വേഗം പോയി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് അത് എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് മിസ്സാക്കാണ്ട് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ്, ഫീഡ്ബാക്ക് ഒക്കെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ആ ഒരു ഹെയർ ഓയിൽ സീക്രട്ട് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ, ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു 3 പ്ലേറ്റ് നിറയെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് മൈലാഞ്ചിയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 1 ലിറ്റർ കഷ്ടി, ഒരു 1 ലിറ്റർ 3/4 ലിറ്റർ എണ്ണയാണ് ഞാൻ കാച്ചുന്നത്. അതിലേക്ക് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇടാം കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. ഇത് മൈലാഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, കണ്ടോ, മൈലാഞ്ചിയുടെ ഇലയാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇടാം. ഞാൻ എണ്ണ കാച്ചുന്ന ഒരു രീതിയാണ് പറയണത്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 പിടിയോളം, നമ്മുടെ കയ്യിലുള്ള 2 പിടിയോളം മൈലാഞ്ചിയുടെ ഈ ഒരു ഇല എടുത്തിട്ടുണ്ട്. നല്ല പോലെ ക്ലീൻ ചെയ്തതാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ അടുത്തതിലേക്ക് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവോള ഇടണമെങ്കിൽ ഇടാം. പക്ഷേ ഏറ്റവും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് എപ്പോഴും ചുവന്നുള്ളി യൂസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് ഞാനൊരു 2 കൈക്കുള്ള ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 250 ഗ്രാമിന് മേലെയുണ്ട്. ഇത് ചുവന്നുള്ളിയാണ് നമ്മളിതിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ തുളസിയിലയാണ്. തുളസിയില കുറച്ച് ഞാൻ ഇതൊക്കെ എല്ലാതും നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും നമുക്ക് എന്തെങ്കിലും വല്ല അലർജിയോ അല്ലെങ്കിൽ തുമ്മലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് തുളസി ഇടുമ്പോൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നീർക്കിട്ട് പോലെയുള്ള കാരണം കൊണ്ട് ഞാൻ തുളസി കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ അലോവേരയാണ്. അലോവേര ഞാനിപ്പോൾ ഒരു ഇവിടെ ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ എന്താ പറയുക നാശമായി പോയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പീസ് അലോവേരയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ചെറുതിൻ്റെ ഒരു 2 തണ്ടോളം അലോവേര എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന സാധനം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമോയെന്ന് അറിയില്ല. ഇതിനെ കഞ്ഞുണ്ണി, നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷേ പുറത്തുള്ള ആൾക്കാർക്ക് കിട്ടുമോ എന്നറിയില്ല. മേ ബി പൗഡർ ഫോമിലൊക്കെ അവൈലബിൾ ആയിരിക്കും. കഞ്ഞുണ്ണിയാണ് ഇത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഹെയർ ഗ്രോത്തിന് ബെസ്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഐറ്റമാണ്. അപ്പോൾ കറി ലീവ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ മൈലാഞ്ചിയൊക്കെ എടുത്ത പോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 2-2.5 പിടിയോളം കയ്യിൽ ഒതുങ്ങാവുന്നത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 4 ചെമ്പരത്തിയുടെ പൂവാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 2 3 4 5 6 ഓൾമോസ്റ്റ് ഒരു 5 to 6 ഐറ്റംസ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് എണ്ണ കാച്ചണേന്നുള്ളത് നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളിയാണ് കുറച്ചും കൂടെ കട്ടിയുള്ളത്. നമ്മൾ ഈ എല്ലാ ഐറ്റംസുകളൊക്കെ അടിച്ച് എടുക്കണേറ്റ് മുന്നേ തന്നെ ഫസ്റ്റ് നമ്മൾ ഉള്ളിയാണ് അടിച്ചെടുക്കാനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതാ ഉള്ളി അടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
അടിച്ചെടുത്തിട്ടുള്ള ഉള്ളിയാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു തരി പോലും വെള്ളം ഒന്നും ആഡ് ചെയ്യാണ്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് തന്നെ നല്ലൊരു ഫോമിൽ നമുക്ക് അടിച്ചതാക്കിയിട്ടുണ്ട്. നല്ല ഇത് കണ്ണിലേക്ക് വന്നിട്ട് ഭയങ്കര ഇതായിട്ട് അടിയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ അലോവേരയാണ് അടിച്ചെടുക്കാനായിട്ട് പോണത്. അപ്പോൾ അലോവേര ഇടുമ്പോൾ തന്നെ കുറച്ചും കൂടെ ഒരു വാട്ടർ കണ്ടൻറ്റ് വരും. അപ്പോൾ നമ്മൾ മാക്സിമം ഇതിൽ ഐറ്റംസൊക്കെ അടിച്ചെടുക്കുമ്പോൾ വെള്ളം ആഡ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് തുളസിയിടാം. ഇനി ഇപ്പോൾ അലോവേരയും അതുപോലെ തന്നെ നമ്മൾ ചുവന്നുള്ളി അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് നമ്മൾ തുളസി ആഡ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളെപ്പോഴും ഒറ്റയടിക്കിട്ട് അടിച്ചെടുക്കാണ്ട് കുറേശ്ശായിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് ഗ്രൈൻഡ് ചെയ്ത് ശരിയായിട്ട് കിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ചെമ്പരത്തി ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ചെമ്പരത്തിയൊക്കെ ആദ്യം അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ചെമ്പരത്തിക്ക് അങ്ങനെ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും പ്രശ്നമായിട്ടില്ല. അപ്പോൾ നമ്മൾ ചെമ്പരത്തി ഇടുകയാണ്. ചെമ്പരത്തിയുടെ ഒപ്പം തന്നെ നമ്മൾ പിന്നെ ഇതിൽ ആഡ് ചെയ്യാൻ പോണത് മൈലാഞ്ചിയുടെ ഇലയാണ്. അപ്പം ഇതിലിപ്പോൾ ഞാൻ ഇതുവരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നോക്കാം നമുക്ക് നല്ലപോലെ ഗ്രൈൻഡ് ആവുന്നുണ്ടോയെന്ന്. തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മൈലാഞ്ചിയുടെ ഇലയും ഫുള്ള് നമ്മൾ അടിച്ചെടുത്തു. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമ്മൾ വേപ്പിലയാണ് ആഡ് ചെയ്യാനായിട്ട് പോണത്. പിന്നെ നമ്മളിതിൽ വെള്ളം അധികം ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് അതിൽ നിന്ന് പൊട്ടിത്തെറിക്കാൻ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് അടിച്ചിട്ട് ബാക്കി ഇനിയിപ്പോൾ കഞ്ഞുണ്ണിയുടെ കൂടെ ഇല ബാക്കിയുണ്ട്, അതും കൂടെ അടിക്കണം. ബാക്കി എല്ലാം നമ്മളിപ്പോൾ ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കഞ്ഞുണ്ണി കുറച്ചുള്ളത് ആഡ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ അതും കൂടെ ഇട്ടു. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ട്. ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കഞ്ഞുണ്ണി അടിച്ചു. ലാസ്റ്റ് ഇത് ഈ ഒരു ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ഞാൻ ഓൾറെഡി ഇന്ന് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ജാർ ഫുള്ളായ കാരണം നമ്മളൊരു തരി പോലും വെള്ളം ഈ ഒരു മിക്സ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. ഇൻ കേസ് തീരെ അടിയുന്നില്ല, ചില ആൾക്കാർ ഉള്ളിയൊന്നും ഇടാതെയാണ് എണ്ണ കാച്ചാനൊക്കെ ആയിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട്, അതും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞിട്ട് അത് നമുക്ക് ഇത് ഈ ഒരു മിക്സ് ഡൈലൂട്ട് ആക്കാനായിട്ട് യൂസ് ചെയ്യുക. അത്രയും പോലും വെള്ളം യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് എണ്ണ കാച്ചാനായിട്ട് തുടങ്ങും. അടുപ്പിലാണ് വിറകൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് എണ്ണ കാച്ചാനായിട്ട് പോണത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അലുമിനിയം എന്തോ ഒരു അടി നല്ല കട്ടിയുള്ള ഒരു ചീഞ്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ അടിയിൽ കണ്ടോ, ഇതൊരു ടിപ്പാണ് കേട്ടോ, എനിക്കറിയില്ല, അമ്മ പറഞ്ഞതാണ്. ഇതിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ വെണ്ണീറോ കരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നനച്ചിട്ട് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചട്ടി നമ്മൾ ഈ ഒരു ചീഞ്ചട്ടി ഇത് കഴിഞ്ഞാലും കരി പിടിക്കത്തില്ല എന്നാണ് പറയണത്. അപ്പോൾ അറിയണ ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും, അറിയാത്തവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് തീയൊക്കെ സെറ്റാക്കി പിടിപ്പിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് എണ്ണ കാച്ചിയെടുക്കാനായിട്ട് നമ്മൾ കാച്ചാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് അറിയോ, നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കില്ലേ, ആ വെളിച്ചെണ്ണയാണ് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഇപ്പോൾ ഈ ഒഴിക്കണ വെളിച്ചെണ്ണയ്ക്ക് പകരം ഉപയോഗിക്കണമെന്ന് വെച്ചെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ ഇത്രയൊക്കെ വെന്ത വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ ഒരുപാട് എന്താ പറയുക, നല്ല പണിയുണ്ട്. അപ്പം നമുക്കിപ്പോൾ സമയമില്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് നോർമലി വാങ്ങിച്ചിട്ടുള്ള നല്ല പച്ചവെളിച്ചെണ്ണ നമ്മളിപ്പോൾ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കാച്ചി എണ്ണയിലേക്കുള്ള മിക്സ് ഇതാണ്. ഭയങ്കര ശ്രദ്ധിച്ചിട്ട് ഇടുക, കാരണം എണ്ണ നല്ല ചൂടാകുമ്പോൾ അതുപോലെ വെള്ളമൊക്കെ ആരെങ്കിലും ഇതിൽ അടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നല്ലപോലെ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇത് അടി പിടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇതിൽ ഇട്ടതിൽ അത്യാവശ്യം ഐറ്റംസ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അടുപ്പിൽ ആണ് തീയൊക്കെ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തീ കുറയ്ക്കലും കാര്യങ്ങളൊക്കെ സ്റ്റൗവിൽ ചെയ്യണം അത്ര ഈസി അല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും ഒന്ന് ഇളക്കി അടി പിടിക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ ഒരു പതയൊക്കെ ഒന്ന് വറ്റി ഒന്ന് കറക്റ്റ് ഒരു പാകമാണ്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് വറ്റിയിട്ട് നല്ല രീതിയിൽ ശരിയായിട്ട് വരണം.
ഒരു 5-6 കുരുമുളക് അങ്ങനെ തന്നെ ഇട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എണ്ണയൊക്കെ കാച്ചുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലർക്ക് ഇങ്ങനെ തലയിൽ എണ്ണ മാറ്റി തേക്കുമ്പോഴൊക്കെ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരില്ല എന്നാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയണത്. അപ്പോൾ അത് ഒന്ന് ഇടാനായിട്ട് കോട്ടൻ്റെ ഉണങ്ങിയിട്ടുള്ളൊരു തുണിയാണ് എടുക്കേണ്ടത് കേട്ടോ, നനഞ്ഞ തുണിയൊന്നും എടുക്കരുത്. അപ്പോൾ അതെടുത്തിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് ഇങ്ങനെ ചുറ്റും തുണിയെ വെച്ച് കെട്ടുകയാണ്. അപ്പോൾ നമ്മളിത് ചൂടോടക്കാൻ തന്നെയാണ് ഇതിലേക്ക് വാർത്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ മിക്സ് നല്ല പോലെ നമുക്ക് ചൂടോടക്കനെ പിഴിഞ്ഞാൽ മാത്രമേ നല്ലതിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ഫുൾ അതിൽ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ആ കാച്ചിയ വെളിച്ചെണ്ണ കിട്ടുമ്പോൾ അതിൽ കുറച്ചേ കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇതിപ്പോൾ അമ്മ സൈഡിൽ ഇനി പുറത്തേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ തുണിയൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ അത്യാവശ്യം ഒരു കുണ്ട് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മുടെ എണ്ണ പാകമായിട്ടുള്ളത് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിൽ ഒഴിച്ച് സെറ്റാക്കാണ് വേണ്ടത്. മെല്ലെ വെച്ചിട്ട് കൈ പാകമായി എന്ന് അറിയണത്. ഒന്ന് അതിൻ്റെ ഒരു സ്മെല്ല് വരും, പിന്നെ രണ്ടാമത്തത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പൂഴി പരിവാവും എന്ന് പറയും. അതായത് ഇങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നല്ല തരി ഇങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ കയ്യിലൊട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് അത് സെറ്റായിട്ടില്ല എന്നാണ്. പിന്നെ നേരത്തെ അത് കാച്ചുന്ന സമയത്ത് നല്ല പത ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പതയൊക്കെ മാറി കിട്ടുമ്പോഴാണ് നമ്മുടെ വെളിച്ചെണ്ണ ആ ഒരു പാകത്തിലേക്ക് ആവണത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് വെളിച്ചെണ്ണ ഫുള്ള് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയുള്ള ഈ ഒരു ഇതിൻ്റെ കുറച്ചൊരു പിണ്ടി പോലെ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതാക്കണം. നല്ല ചൂടാണ്, അപ്പോൾ അതൊന്ന് കയ്യിൽ വെച്ചിട്ടാണ് അമർത്തണത്. അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് എടുക്കണം. ഒന്ന് ചൂടാറിയിട്ട് വേണം ഇതാക്കാൻ. എന്നിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ബോട്ടിലേക്ക് മാറ്റിയിട്ട് എടുത്ത് വെക്കണം. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാതും അവൈലബിൾ ആയിരിക്കും. അതല്ല പുറത്തുള്ള ആൾക്കാരൊക്കെ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ട് മിസ്സിങ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ലൈക്ക് നമ്മുടെ ചെമ്പരത്തി, അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സൊക്കെ കിട്ടാനുള്ള ഒരു പ്രശ്നമുള്ളവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡ്രൈ പൗഡേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ, സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ഇൻസ്റ്റഡ് ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ യൂസ് ചെയ്തുകൊണ്ടൊന്നും ഒരാൾക്കും തന്നെ പനങ്കൊല പോലെയൊന്നും മുടി വരത്തില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഒരു റെഗുലർ യൂസേജ് ആണ് എപ്പോഴും നമുക്ക് ഒരു ബെസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി ഒരു 2 or 3 നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുക. അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി ഒരു 2 to 3 months ഒക്കെ നമ്മളിത് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഒരു ഉറപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.